ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രോ മോർ. അപ്പോൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താ? ഓപ്ഷൻ എക്സ്പയറി. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ മുന്നത്തെ 2-3 വീഡിയോ ഉണ്ടായിരുന്നു ഇതേ സീരീസിൽ വരുന്നത്, അതൊന്ന് കണ്ടിട്ട് വരണം. കാരണം നമ്മൾ അതേ സെയിം എക്സാമ്പിളാണ് ഇതിൽ യൂസ് ചെയ്യുക, അപ്പോൾ മനസ്സിലാവാൻ കുറച്ചുകൂടി സുഖമാവും. അപ്പോൾ ഇന്ന് നമ്മൾ ടോപ്പിക് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം, വൈ ഓപ്ഷൻ എക്സ്പയർ പ്രൈസ്ലെസ്? ഓപ്ഷൻ എന്തുകൊണ്ട് പ്രൈസ്ലെസ് ആയി എക്സ്പയർ ആവുന്നു? ഞാൻ എഴുതിയിട്ടാണ് വർത്തമാനം പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്പീഡ് കൂട്ടാൻ മുകളിൽ പോയിട്ട് ഡോട്ട് അമർത്തിയിട്ട് 1.25x ഇട്ടാൽ മതി, അപ്പോൾ സ്പീഡ് ശരിയാവും. നമ്മളിന്ന് പറയാൻ പോകുന്ന ഓപ്ഷൻ എപ്പോഴും 0 അല്ലെങ്കിൽ 0ൻ്റെ അടുത്ത് മാത്രം എന്താണ് എക്സ്പയർ ആവുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ഓപ്ഷനെ പറ്റി സംസാരിക്കുന്നത്. കോൾ ഓപ്ഷൻ ആയാലും പുട്ട് ഓപ്ഷൻ ആയാലും എന്തായാലും മോസ്റ്റ് ഓഫ് കോൾ ഓപ്ഷൻ നിയറിംഗ് ടു എക്സ്പയറി 0. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ മുന്നത്തെ വീഡിയോ കണ്ടില്ലേ, ഞാൻ ഒന്നും കൂടി പറയാം, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ എന്തായിരുന്നു, ഒരു വീടുണ്ടായിരുന്നു 15 ലക്ഷത്തിൻ്റെ. നമ്മൾ വീട് എത്രയ്ക്കായിരുന്നു എടുത്തത്? ശരി, നമുക്കിന്ന് 6000 എടുക്കാം. വീടിൻ്റെ കോസ്റ്റ് 6000 റെൻറ്റ് കൊടുത്തിട്ട് നമ്മൾ 15 ലക്ഷത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്നു. എത്ര ദിവസത്തേക്ക്? 30 ദിവസത്തേക്ക്. അപ്പോൾ 30ാമത്തെ ദിവസം നമുക്കൊരു ഡേ കൊടുക്കാം, അസൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് 30th ജൂലൈ കൊടുക്കാം. അപ്പോൾ ഇതെന്താണ്? 6000 പ്രീമിയം. അപ്പോൾ ഹൗസ് എന്താ? നിഫ്റ്റി. പിന്നെ 15 lakh എന്താ? സ്ട്രൈക്ക് പ്രൈസ്. ഇതെന്താണ്? 30 ദിവസം എക്സ്പയറി. ഇത് നിങ്ങൾക്ക് ഇപ്പം ബൈ ഹാർട്ടായി ഉണ്ടാവും വീഡിയോ കണ്ടിട്ട്, വീണ്ടും പറയേണ്ട ആവശ്യമില്ല എന്നാലും. അപ്പം ഇനി നമുക്കിത് വേറെ ടേംസിലേക്ക് എടുക്കാം. 15 ലക്ഷത്തിൻ്റെ വീട് 15 ലക്ഷം തന്നെ. 30 ജൂലൈ വരെ റെൻ്റ് ഉണ്ട്. നമ്മൾ പേ ചെയ്ത് എത്ര? 6000. നമ്മളെപ്പോഴാണ് ഈ കോൺട്രാക്റ്റിലേക്ക് വന്നത്? 1 ജൂലൈ. വീട് റെൻ്റ് എപ്പോഴാണ് കൊടുക്കുക? റെൻ്റ് നിൽക്കുന്നതിൻ്റെ മുന്നേ, സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ 1 ജൂലൈയിൽ നമ്മൾ വീട് വാങ്ങാൻ എൻ്റർ ചെയ്തു. 6000 രൂപ കൊടുത്ത് 15 ലക്ഷത്തിൻ്റെ വീട് 30 ജൂലൈ വരെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? 15 ലക്ഷം ഇല്ല, അതിനെ കോൺസ്റ്റൻ്റ് വെക്കും. 30 ജൂലൈ തന്നെ വരും. അപ്പോൾ എന്താ, നമ്മൾ 1 ജൂലൈ നമ്മൾ എൻ്റർ ചെയ്യുന്ന ആദ്യത്തെ സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോയിൽ 10 ജൂലൈയിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഇത് 10 ജൂലൈ റെൻറ്റിൻ്റെ കോൺട്രാക്റ്റിൽ. ഇത് 15 lakhs തന്നെ വീടിൻ്റെ. ഈ എൻഡ് ഡേറ്റ് 30th ജൂലൈ. അപ്പോൾ നിങ്ങൾ ഇനി വിചാരിക്കും, ഇനി പ്രീമിയം എത്രയായിരിക്കും വരിക? ഞാൻ 1 ജൂലൈയിൽ ആദ്യത്തെ സിനാരിയോയിൽ എൻ്റർ ചെയ്യുമ്പോൾ 30 ദിവസം ഉണ്ടായിരുന്നു. ഇവിടെ എത്ര? 30 days. ഞാൻ ഓണറിന് അപ്പോൾ എത്രയായിരുന്നു കൊടുക്കുന്നത്? 6000 രൂപ. രണ്ടാമത്തെ സിനാരിയോയിൽ എന്താ? 10 ജൂലൈക്കാണ് എൻ്റർ ചെയ്യുന്നത്, സെയിം എക്സ്പയറി. അപ്പോൾ 30 ദിവസത്തിൻ്റെ പകരം എന്താണ്? 20 ദിവസം ആവില്ലേ? അപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആലോചിക്കും, നിങ്ങൾ 6000 കൊടുക്കണോ അല്ലെങ്കിൽ 6000 ആണെങ്കിൽ കുറവ് കൊടുക്കണം. അപ്പോൾ എന്താ, നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി ഓപ്ഷൻ്റെയോ വീടിൻ്റെ എന്തിൻ്റെ പ്രൈസ് ആയാലും കുറവല്ലേ ചെയ്യുള്ളൂ. കാരണം 20 ദിവസമേ ഉള്ളൂ, ആദ്യം 30 ദിവസം ഉണ്ടായിരുന്നു. അപ്പം നമുക്കിത് സിമ്പിൾ മാത്സോട് ചെയ്യാം. 6000/30. അപ്പോൾ എത്രയായി? പെർ ഡേ 200 ആയി. അപ്പോൾ 200 ഇൻറ്റു 20 ദിവസമല്ലേ എടുക്കണം, 20. അപ്പോൾ എത്രയായി? 4000. 4K.
ഇത് സിമ്പിൾ മാത്സ് ആണ്. ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ബേസിക്സിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റർ വർക്ക് ഔട്ട് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എന്താ 20 ഡേയ്സിന് നമ്മൾ എത്രയാണ് ചാർജ് ചെയ്യുന്നത്? 4000. അപ്പോൾ ഇനി നമ്മൾ 20 ജൂലൈ എൻ്റർ ചെയ്യുകയാണെങ്കിലോ സെയിം 15 lakh, സെയിം 30 ജൂലൈ. ഇത് നമുക്കൊന്ന് വായിച്ചു കളയാം. അപ്പോൾ ഇനി എന്താ ബാക്കി എത്രയുള്ള 10 ദിവസം ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാവും? 2000 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ പ്രീമിയം കുറഞ്ഞു. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി 30 ജൂലൈ. അപ്പോൾ എന്താവും? സെയിം 15 lakhs. ഇത് ഓൾറെഡി എക്സ്പയർ ആയിക്കഴിഞ്ഞ്. ഇത് 30 ജൂലൈ. അപ്പോൾ എന്താണ് 0 days. അപ്പോൾ എന്തായിരിക്കും? ഇത് 0, കാരണം ഓൾറെഡി എക്സ്പയർ ആയി കഴിഞ്ഞ്. അപ്പോൾ ഇത് മനസ്സിലായില്ല എങ്ങനെയാണെന്ന്. ഫസ്റ്റ് ഏത് സിനാരിയിൽ എത്ര? 6000, പിന്നെ എത്രയായിരുന്നു? 4000, പിന്നെ 2000, പിന്നെ 0. അപ്പോൾ ടൈം കുറഞ്ഞുകൊണ്ട് പോകുമ്പോൾ, എക്സ്പയറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വാല്യൂ കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല. എക്സ്പയർ എന്തായാലും ആവും. അപ്പോൾ പ്രൈസ് എന്തായി? വീടിൻ്റെ പ്രൈസ് എന്താ? 15 lakhs ഉണ്ട്. 15 lakhs തന്നെയായിരുന്നു എല്ലാ സിനാരിയോയിലും. അപ്പോൾ അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണ്? നമ്മൾ ഓപ്ഷൻ പ്രൈസ് ഇല്ലേ 6000 ഫസ്റ്റ് സിനാരിയോയിൽ. അപ്പോൾ 15 lakhs ആയതിനെക്കൊണ്ട് അത് മുകളിലേക്ക് പോകാൻ ഇവിടെ ഒരു ചാൻസും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ദീസ് കണ്ടീഷൻസ് റിമൈനിങ് ദ സെയിം. ഓപ്ഷൻ മാർക്കറ്റിൽ നിയറിങ് ടു എക്സ്പയറി പ്രൈസ് എപ്പോഴും 0ലേക്ക് പോകും. അപ്പോൾ നമുക്കിനി നിഫ്റ്റിയിലേക്ക് സെയിം സിനാരിയോ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം. നിഫ്റ്റി ഏകദേശം വാല്യൂ എടുക്കും നമുക്ക് 10,000. എക്സ്പയറി 30 ജൂലൈ. പ്രീമിയം എത്ര എടുക്കുക? നമ്മൾ 30 rupees എടുക്കുക നമുക്ക് പ്രീമിയം. ഇത് നിങ്ങൾ 10,000 എന്ന് പറഞ്ഞത് 10,000 എടുത്ത് കോൾ എഴുതാം, പുട്ട് എഴുതാം, ഏത് സിനാരിയോ വേണമെങ്കിലും എടുക്കുക. ഓപ്ഷൻ പ്രൈസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റീൻ്റെ പ്രൈസ് എന്താ? 10,000. 10,000 ഒന്ന് 30 ജൂലൈ. ഇത് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട. 10,000 CE ആണെന്ന് വിചാരിച്ചു. 1 ജൂലൈ പ്രീമിയം എത്രയാ? 30. ഇപ്പോൾ എത്ര ദിവസം ബാക്കിയുള്ളത്? 30 days. 10 ജൂലൈ ഇവിടുത്തെ 20. സെയിം പ്രൈസ്, സെയിം എക്സ്പയറി, 20 days. സെയിം തിങ് 20 ജൂലൈ 10. സെയിം 10. 30 ജൂലൈ എൻ്റെ ശേഷം എക്സ്പയറി ആയി എന്തായാലും. ഇത് 0. ഇത് സെയിം ഇത് 0 days. അപ്പോൾ ഇത് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത്? അപ്പോൾ ഓപ്ഷൻ പ്രൈസിനെ 2 സാധനം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്നാണ് അതിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം എന്തായാലും വരും. അപ്പോൾ എന്താ? പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് മുകളിലേക്കോ താഴേക്കോ. പ്ലസ് ഒരു സാധനം കൂടി ചേഞ്ച് ആവുന്നുണ്ട്. അതെന്താ? അതിന് പറയാ ടൈം ഡിക്കേ എന്ന്. അപ്പോൾ ടൈം ഡിക്കേ എന്ന് പറഞ്ഞാൽ എന്താ? 30 ദിവസത്തിന് 20 ദിവസമായി, 10 ദിവസമായി, 12 ദിവസമായി, അല്ല 10 കഴിഞ്ഞാൽ 5 ദിവസമായി, 1 ദിവസമായി.
അപ്പോൾ അതിനെന്താ പറയുക, നമ്മൾ ടൈം ഡീക്കേ, ടൈം കുറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ എന്താണ്, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് പ്ലസ് ടൈം ഡീക്കേ. ഇത് ഒഫീഷ്യൽ ഫോമുലൊന്നുമില്ല, ബേസിക് സാധനം, എക്സാമ്പിളിന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന സാധനമാണ്, ഫോമുലൊന്നുമല്ല. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും കൂടിയിട്ടാണ് നമ്മൾ ഓപ്ഷൻ പ്രൈസിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സാധനത്തിൽ എന്തായിരുന്നു, 10,000 ആയിരുന്നു എൻ്റർ ചെയ്തപ്പോൾ സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ 10,000 മൈനസ് 10,000 എന്തായിരുന്നു, പ്ലസ് 30. ഇതെപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, 1 ജൂലൈ. എത്രയാണ്, 30 ദിവസം. അപ്പോൾ ഇത് ഇത്ര 10,000 മൈനസ് 10,000 0 ആയി. 0 പ്ലസ് 30 0, അപ്പോൾ 30. അപ്പോൾ 30 റുപ്പീസിൻ്റെ പ്രീമിയം ആയിരുന്നു അതിൻ്റെ പ്രൈസ്, 10,000 കോളിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ആക്ച്വലിൽ ഇതിൻ്റെ ഫോമുല എന്താ, ഓപ്ഷൻ പ്രൈസ് ഈക്വൽ ടു ഇൻട്രൻസിക് വാല്യൂ പ്ലസ് എക്സ്ട്രൻസിക് വാല്യൂ. അപ്പോൾ ഇതെന്താ, ഇത് കേൾക്കുമ്പോൾ ഒന്നും പേടിക്കൊന്നും വേണ്ട, ഭയങ്കര എളുപ്പ സാധനമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതേ സാധനം തന്നെയാണ്. ഇൻട്രൻസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ഇല്ലേ 10,000, എന്താ SP സ്ട്രൈക്ക് പ്രൈസ്, പിന്നെ ഇപ്പോഴത്തെ സ്ട്രൈക്ക് പ്രൈസ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇതാണ് ഇൻട്രൻസിക് വാല്യൂ. നിങ്ങൾ എടുക്കുമ്പോൾ ഉള്ള പ്രൈസും പിന്നെ മൈനസ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. കോൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ മൈനസ് വരും, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഇവിടെ മൈനസ് വരും, അത്ര വ്യത്യാസമേ ഉള്ളൂ. ബേസിക് സാധനം. പിന്നെ എക്സ്ട്രൻസിക് വാല്യൂ എന്താണ്, നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ടൈം ഡീക്കേ. എത്ര ടൈം ബാക്കിയുണ്ട് ആ ടൈമിൻ്റെ വാല്യൂ, അതാണ് ടൈം ഡീക്കേ. ഇത് ക്വാണ്ടിഫയബിൾ ഒന്നുമല്ല, ഡിപ്പെൻസ് ഓൺ ഡിമാൻഡ് സപ്ലൈ, പിന്നെ എത്ര ആൾക്കാർ കോൾ വാങ്ങിയിട്ടുണ്ട്, എത്ര ആൾക്കാർ പുട്ട് വാങ്ങിയിട്ടുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബൈസ് എല്ലാവരൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ടൈം ഡീക്കേൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടൈം എപ്പോഴും തീർന്നുകൊണ്ടിരിക്കും. ഇപ്പം എന്താ, എല്ലാ ഓപ്ഷൻസും 0 അല്ലെങ്കിൽ നിയറിങ് ടു 0 ഫിനിഷ് ആവും. 0 അല്ലെങ്കിൽ 0ൻ്റെ അടുത്തേക്ക് എക്സ്പയറി ആകുമ്പോൾ വന്നുകൊണ്ടിരിക്കും. ടൈം എപ്പോഴും ആ സൈഡിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഓർക്കണം, പ്രൈസിലൊരു മൂവ്മെൻറ്റ് ഇല്ലെങ്കിലാണ് കോൺസ്റ്റൻ്റായി 0 പോവുക, അല്ലെങ്കിൽ മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴോട്ടേക്ക് വരും. പിന്നെ നിങ്ങൾക്ക് എക്സ്പയറിനെ പറ്റി മനസ്സിലായല്ലോ, ഓപ്ഷൻ പ്രൈസ് എങ്ങനെ ഉണ്ടാവുമെന്ന് മനസ്സിലായി. ഇത് ചെറിയൊരു കോംപ്ലക്സിറ്റിയാണ്, ബട്ട് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി എന്ന്. ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലായി, കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എന്ത് മനസ്സിലായി, എക്സ്പയറി ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് കോമൺ സെൻസൊക്കെ വെച്ച് അത് സുഖമായി സംഭവം ശരിയാവും, മനസ്സിലാവും. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിലായി, കാരണം ബിക്കോസ് യു ആർ വെരി സ്മാർട്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നോക്കാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന്, ബേസിക് സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും അതിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യാം എന്തായാലും. അപ്പം hope you like the video. Do subscribe and like our channel. Thank you.